അവൻ ഇനി ഒന്നിനും വരില്ല. അച്ഛൻ ധൈര്യമായിട്ടിരിക്കെ. ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. ആകാശേ, ആ വക്കീല് വിളിക്കും. ഡോക്യുമെന്റ്സ് എല്ലാം ഒന്ന് വെരിഫൈ ചെയ്യണേ. ശരി അച്ഛാ. എന്താ? എടാ, നിന്റെ അച്ഛനുണ്ടല്ലോ, അവിടെ വസ്തു ഭാഗം വെക്കാനായിട്ട് വക്കീലിനെ വിളിച്ച് എല്ലാം ശരിയാക്കിയിട്ടിരിക്കുന്ന ഇരിപ്പാ അത്. അതെ, അവസാനം എല്ലാം കൈവിട്ടു പോകുന്ന എനിക്ക് തോന്നുന്നത്. അതിനിപ്പോ ഞാനെന്ത് ചെയ്യണം അമ്മ പറയുന്നത്? എടാ, ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാ ബാബുക്കുട്ടനെ കൊണ്ട് ശാന്തപ്പൻ അങ്ങ് പോവും. അങ്ങനെ പോയാ എന്താ ഉണ്ടാവുമെന്ന് അറിയോ? അവനെയും കൊണ്ട് ചാരുവിനെ കല്യാണം കഴിപ്പിക്കും. അങ്ങനെ കല്യാണം കഴിച്ച എന്താ സംഭവിക്ക? നമുക്ക് അവകാശപ്പെട്ടതിന്റെ പകുതി സ്വത്ത് അവന്റെ അവളുടെയും കൂടെ അങ്ങ് ബോംബെക്ക് പോവും. ദേ, നീ ഇങ്ങനെ നിൽക്കും. അത് ശരിയാണല്ലോ. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? എടാ, ഈ സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ നടക്കാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഒരു പരിപാടി ഒട്ടനെ നമുക്ക് പ്ലാൻ ചെയ്യണം. അമ്മ, അതിനിപ്പോ ഞാനെന്ത് ചെയ്യണം അമ്മ പറയുന്നത്? നീ ഒന്നും ചെയ്യണ്ട. എന്റെ മനസ്സിൽ കുറച്ച് ഐഡിയ ഒക്കെ ഉണ്ട്. നീ വാ, പറയാം. എന്തമ്മേ? അമ്മേ, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? എല്ലാം നടക്കും. ഞാൻ പറയുന്നത് എന്റെ മോൻ അങ്ങ് കേട്ടനുസരിച്ച് നിന്നാ മതി. ഇങ്ങോട്ടൊന്നും ചോദിക്കണ്ട, മനസ്സിലായോ? എന്നാ ചെല്ല്.